ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമേ ടി.വി. സീരീസിന്റെ സീസൺ 3 ഒന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളെ അത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഒരു രാക്ഷസനായിട്ടുള്ള ഡീമൺ എല്ലാം ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഡീമണെ കണ്ട് എല്ലാവരും പേടിച്ച് പിന്മാറി. എന്നാൽ ആ സമയത്ത് അതിനെ എതിർക്കാൻ ഒരാൾ മാത്രമാണ് മുന്നോട്ട് വന്നത്. തന്റെ പവർഫുൾ ആയിട്ടുള്ള മാജിക് പവർ ഉപയോഗിച്ച് അവർ ആ ഡീമണെ ഇല്ലാതാക്കി. പിന്നീട് ആ കഥയും കഥാപാത്രവും ഒരു ലെജൻഡായിട്ട് മാറി. നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കടന്നിരുന്ന ലിച്ച് ഇപ്പോ എഴുന്നേറ്റിരിക്കുന്നു. തന്റെ വംശത്തിലുണ്ടായിരുന്ന ആളുകളുടെ രൂപസാദൃശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവൻ അവന്റെ ആളുകളാക്കി മാറ്റുന്നു. അങ്ങനെ പുനർജനിച്ച എൽഫുകളുമായി റോയൽ ക്യാപിറ്റലിനെ ലക്ഷ്യമാക്കി പോവാണ് ലിച്ച്. എന്നാൽ റോയൽ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആസ്തയും യൂനോയും അടങ്ങുന്ന ഒരു സംഘം അവരുടെ പുറകെ പോകുന്നു. അങ്ങനെ അവരുടെ ഹോം ടൗൺ ആയിട്ടുള്ള ഹാജ് വില്ലേജിന് മുകളിലൂടെ പോകുന്ന സമയത്താണ് തങ്ങളുടെ വില്ലേജ് ഇപ്പോ അപകടത്തിലാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. തങ്ങളുടെ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോസിലിനെയും മറ്റ് മാജിക് നൈറ്റ്സിനെയും പിരിഞ്ഞ് അവർ അങ്ങോട്ട് വരുന്നു. ഹേയ്, പുറകോട്ട് നിൽക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. പോയിസൺ പ്ലാൻ മാജിക് എന്ന് പറഞ്ഞ എൽഫ് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന യൂനോയും ആസ്തയും അപ്പോഴാണ് താഴെ കിടക്കുന്ന ഫാദറിനെ കാണുന്നത്. പോയിസൺ കാരണം മരിക്കാൻ പോകുന്ന ഫാദറിന്റെ അടുത്തോട്ട് ഓടി വരുവാണ് ആസ്ത. തന്റെ ഡീമൺ സ്ലെയർ സോഡ് ഉപയോഗിച്ച് ആ പോയിസൺ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ഉപയോഗിച്ച് ഫാദറിനെ റിക്കവർ ചെയ്യാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ ഇവിടെ വെച്ച് മരിക്കില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇവിടെ വെച്ച് മരിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല എന്നവൻ പറയുന്ന സമയത്താണ് അവന്റെ 5 ലീഫ് ക്ലോവർ പുറത്തോട്ട് വരുന്നത്. അതിൽ നിന്നും പുറത്തോട്ട് വരുന്ന സോഡ് കണ്ട് അത് ലിച്ചിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണെന്ന് ആസ്തയ്ക്ക് മനസ്സിലാകുന്നു. ഒരു പക്ഷേ ഇതായിരിക്കും ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞ് അത് പിടിക്കുവാണ് ആസ്ത. പെട്ടെന്നാണ് അവന്റെ ശരീരത്തിന് എന്തോ മാറ്റം സംഭവിച്ചതുപോലെ അവന് തോന്നുന്നത്. ആ സോഡിൽ നിന്ന് വരുന്ന മാജിക് പവർ അവനെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. ആ വെപ്പൺ അതെങ്ങനെയാ അവന്റെ കയ്യിൽ വന്നേ എന്ന് ചിന്തിക്കുവാണ് എൽഫ്. മറ്റു സോഡുകളെ പോലെയല്ല, ഇതിന്റെ മാജിക് പവർ എന്നെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല. തീർച്ചയായിട്ടും ഇതെനിക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. കമോൺ എന്ന് പറഞ്ഞ അവന്റെ ചുറ്റിലുണ്ടായിരുന്നവരുടെ പോയിസൺ എല്ലാം ആ സോഡിലോട്ട് അവൻ അബ്സോർബ് ചെയ്യുന്നു. മരിച്ചു പോകുമെന്ന് വിചാരിച്ച ഫാദർ എഴുന്നേറ്റത് കണ്ട് അവർക്കെല്ലാം ഒരുപാട് സന്തോഷമാകുന്നു. എന്താ ഇവിടെ സംഭവിച്ചേ? ഞാൻ മരിച്ചില്ലേ? ഇല്ല, ആസ്ത വന്നപ്പോ എല്ലാം ശരിയായി. ഞാൻ ഒരുപാട് പേടിച്ചു പോയി. താങ്ക് യു ആസ്ത, നീ ശരിക്കും സൂപ്പറാടാ. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ആ സോഡ് ഉപയോഗിച്ച് തന്റെ സുഹൃത്തുക്കളെയും പഴയതുപോലെ ആക്കാൻ പറ്റുമെന്ന് ആസ്ത വിചാരിക്കുന്നു. ഇല്ല, ഒരിക്കലുമില്ല. എന്റെ പോയിസൺ മാജിക് എങ്ങനെയാ അവൻ ഇല്ലാതാക്കിയത്? ഡേ, ഇങ്ങോട്ട് നോക്കടാ, മാനസോൺ ക്രിസ്ത്യൻ മോൺസ്റ്റിക്കൾ എന്ന് പറഞ്ഞ അവനെ അറ്റാക്ക് ചെയ്യാണ് യൂനോ. ഇല്ല ഇല്ല, നിന്റെ മേലിൽ ഉപയോഗിച്ചിരിക്കുന്നതും ആ സെയിം റീഇൻകാർണേഷൻ സ്പെല്ലാണ്. എന്നിട്ട് എങ്ങനെയാ ഇപ്പോഴും നീ ആ മനുഷ്യന്റെ കൺട്രോളിൽ ഇരിക്കുന്നേ? പിന്നെ ആ സോഡ് അത് ലിച്ചിന്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ലേ? ഒരു തുള്ളി മാജിക് പവർ പോലും ഇല്ലാത്ത നിന്റെ കയ്യിൽ എങ്ങനെയാ അത് വന്നേ? നീയൊക്കെ ആരടാ എന്ന് ചോദിക്കാണ് എൽഫ്. പിന്നീട് നമ്മൾ കാണുന്നത് ആ എൽഫിന്റെ ഒരു പാസ്റ്റ് ആണ്. ലിച്ചിന്റെ കല്യാണത്തിന് അവന് സമ്മാനമായി കൊടുക്കാൻ പോകുന്ന പൂക്കൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൽഫ്. ഹേയ്, ഈ പോയിസണുള്ള പൂവാണോ നീ അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നേ എന്ന് ചോദിച്ച് റായ അങ്ങോട്ട് വരുന്നു. ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. പോയിസൺ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് ലിച്ചിന് ഇഷ്ടപ്പെടും. എനിക്ക് ഏറ്റവും നല്ലത് തരണമെന്ന് നിങ്ങൾ തീരുമാനിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൽഫുകളും പക്ഷികളൊന്നും ഈ ഫ്ലവറിന്റെ അടുത്തോട്ട് വരാറില്ല, കാരണം അതിൽ ഒരുപാട് പോയിസൺസ് ഉണ്ട്. ആ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പൂമ്പാറ്റകളെ പോലെയുള്ള പ്രാണികൾ അത് അവരുടെ വാസസ്ഥലമാക്കി മാറ്റിയത്. എന്തായാലും തെറ്റിയേക്കും ഈ പൂക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുവാണ് ലിച്ച്. ഞങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ എത്രത്തോളം ക്രൂരരാണെന്ന് ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അവരോട് ക്ഷമിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വെട്ടോയെയും മറ്റുള്ളവരെയും പോലെ തന്റെ പവേഴ്സ് പുറത്തു കൊണ്ടുവന്ന് സ്വയം പൊട്ടിത്തെറിക്കാൻ അവൻ ശ്രമിക്കുന്നു. അവന്റെ ഉള്ളിലെ എൽഫിന്റെ ആത്മാവ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവന്റെ മാജിക് അവൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുവാണ് യൂനോ. ഇല്ല, എൽഫുകൾ സഹായം ചോദിക്കുന്നത് പോലെയാണ് ഇത്. ഹേ യൂനോ, ലെറ്റ്സ് ഗോ ആസ്ത, നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം അതിനകത്തൂടെ പോയ ആസ്ത തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ ഒറ്റ കുത്തങ്ങ് കുത്തുന്നു. അവന്റെ സെൽഫ് ഡിസ്ട്രോയിങ് സ്പെൽ അവിടെ വെച്ച് ഇല്ലാതാകുന്നു. എന്നാൽ എൽഫായി മാറിയ അവൻ പഴയതുപോലെ ആയത് കണ്ട് യൂനോക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ എല്ലാവരെയും എനിക്ക് പഴയതുപോലെ ആക്കാൻ സാധിക്കും.
സോ അവരാ എൽഫിനെ ഇല്ലാതാക്കിയത് കണ്ട് എല്ലാവരും അവരുടെ അടുത്തോട്ട് വരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. നീ ശരിക്കും അമേസിംഗ് ആണ് ആസ്ത. ഇല്ല, നീ സിസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചില്ലേ, ശരിക്കും അതാ വലിയ കാര്യം. അപ്പോഴാണ് ഫാദർ അങ്ങോട്ട് വരുന്നത്. ഹേ ഫാദർ, നിങ്ങൾ ഓക്കെ അല്ലേ? എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ആളുകളെല്ലാം ഇപ്പൊ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഇതിന് ഞാൻ നിങ്ങളോട് വേണം നന്ദി പറയാൻ. ഇത് ശരിക്കും വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വളർന്നിരിക്കുന്നു എന്ന് സിസ്റ്റർ ലില്ലിയും പറയുന്നു. എന്നാ സിസ്റ്ററെ കണ്ട ആസ്തയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. സിസ്റ്റർ ലില്ലി, ഐ ലവ് യു, നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്നാ ഇത് കേട്ട് ടെൻഷനായ സിസ്റ്റർ അവന്റെ മണ്ടക്കിട്ട് അങ്ങ് കൊടുക്കുന്നു. ഹേ യൂനോ, നിന്റെ ചെവികൾ ഇപ്പോഴും കൂർത്തിട്ടാണ് ഇരിക്കുന്നത്. അതെ, ഇപ്പൊ ശരിക്കും ഞങ്ങൾ ഒരുപാട് മാച്ച് ആയല്ലേ എന്ന് പറയുവാണ് ബെൽ. ആസ്ത, യൂനോ, ഈ രാജ്യത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്നിനു പുറകെ ഒന്നായി വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തെയും ഇവിടെയുള്ള ജനങ്ങളെയും എന്ത് വില കൊടുത്തും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കും എന്നവർ രണ്ടുപേരും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന റോയൽ ക്യാപിറ്റലാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ് രാജാവ്. അപ്പോഴാണ് അങ്ങോട്ടൊരാൾ വരുന്നത്. റോയൽ ക്യാപിറ്റലിനെ കുറച്ച് മേജേഴ്സ് ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന കാര്യം അവൻ അവരോട് പറയുന്നു. ഓ, ഇതൊക്കെ എന്നോടെന്തിനാ പറയുന്നേ? അത് നോക്കാനല്ലേ ജൂലിയസ് ഇവിടെ ഉള്ളത്. അവരോട് പോയി പറ. അതാണ് ഇവിടെ പ്രശ്നം. കുറച്ചു നേരമായിട്ട് വിസാർഡ് കിങ് മിസ്സിംഗ് ആണ്. ഒരുപാട് സ്ഥലത്ത് നോക്കിയെങ്കിലും അവരെ പറ്റി യാതൊരു വിവരവുമില്ല. മാജിക് നൈറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോ അപകടത്തിലാണ്. ഇത് കേട്ട് രാജാവിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് രാജാവ് ആ കാര്യം ചിന്തിക്കുന്നത്. ജനങ്ങളുടെ മുമ്പിൽ ഇതാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സമയം. എപ്പോഴും എന്റെ കാലുകളിൽ ചവിട്ടിക്കൊണ്ടിരുന്ന ജൂലിയസിന്റെ സ്ഥാനത്ത് നിന്നും ഞാൻ ആജ്ഞാപിക്കും. പെട്ടെന്ന് തന്നെ എല്ലാ മാജിക് നൈറ്റ് ക്യാപ്റ്റൻസിനോടും ഇങ്ങോട്ട് വരാൻ പറയണം. സാർ, അത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. പക്ഷെ മിക്ക ക്യാപ്റ്റൻസും അതിനോട് പ്രതികരിക്കുന്ന പോലുമില്ല. റോയൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മാജിക് നൈറ്റ്സും അവരുടെ ക്യാപ്റ്റൻസും ഉണ്ട്. ഇത് കേട്ട് രാജാവിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കസ്റ്റഡിയിലുണ്ടായിരുന്ന ലാംഗ്രിസ് രക്ഷപ്പെട്ടു. എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ ഗോൾഡൻ ടൗണിന്റെ മറ്റ് മെമ്പേഴ്സിനെ നിയന്ത്രിക്കുന്നത് ലാംഗ്രിസ് ആണെന്നാണ് തോന്നുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് റോയൽ ക്യാപിറ്റലിനെ ലക്ഷ്യമാക്കി വരുന്ന ലെച്ചിനെയും മറ്റുള്ളവരെയുമാണ്. റീഇൻകാർണേഷൻ സംഭവിച്ച നമ്മുടെ ആളുകളെല്ലാം അവരുടെ പാർട്ടി ആരംഭിച്ചെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടി എന്തെങ്കിലും അവർ അവിടെ ബാക്കി വെച്ചാ മതിയായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന റായ ആസ്ത പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നു. നമുക്ക് എന്തുകൊണ്ട് അവരെ പരസ്പരം മനസ്സിലാക്കിക്കൂടാ? നമ്മളെ പോലെ തന്നെ വളരെ പ്രിയപ്പെട്ടത് എന്തോ അവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. സോറി കിഡ്, ഇനി ഞങ്ങളെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അവർ രണ്ടുപേരും ഏത് നിമിഷവും എഴുന്നേക്കും എന്ന് പറയുവാണ് റായ. പിന്നീട് നമ്മൾ കാണുന്നത് നോസിലിനെയും മറ്റുള്ളവരെയുമാണ്. വളരെ ശക്തമായിട്ടുള്ള ആ മാജിക് പവറിനെ പിന്തുടർന്ന് അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയം കുറെ നാളുകൾക്ക് ശേഷം തങ്ങളുടെ നാട്ടിലോട്ട് വന്ന ആസ്തയ്ക്ക് യൂനോക്ക് ഒരു വിരുന്ന് തന്നെ ഒരുക്കുവാണ് ഫാദർ. അപ്പോ നിങ്ങൾ പറയുന്നത് ഒരു സ്പെല്ല് ഉപയോഗിച്ച് മാജിക് നൈറ്റ്സിനെ എല്ലാം എൽഫുകളാക്കി മാറ്റിയെന്നാണോ? എന്നാ ഫാദർ ചോദിക്കുന്ന സമയത്താണ് എൽഫിന്റെ രൂപത്തിൽ നിന്നും പഴയതുപോലെയായ മാജിക് നൈറ്റ് അങ്ങോട്ട് വരുന്നത്. ഹേയ്, ആ എൽഫിന്റെ കയ്യിൽ നിന്നും എന്റെ ശരീരം രക്ഷിച്ചത് നിങ്ങളല്ലേ? എന്റെ പേര് ഡിഗിറ്റ് ആലിസ്. ഇവിടെ സംഭവിച്ചൊന്നും എനിക്ക് മനസ്സിലാകുന്നേയില്ല. ഞാൻ പർപ്പിൾ ഓർക്കസിലെ ഒരു മെമ്പറാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ മുൻപത്തെ ക്യാപ്റ്റൻ കൈക്കൂലി വാങ്ങുകയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കാരണം പോയ പർപ്പിൾ ഓർക്കസിന്റെ മാനം തിരിച്ചു പിടിക്കാൻ ഫോർസഗൻ റിയൽമിൽ പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആ കാട്ടിലൂടെ സഞ്ചരിച്ചു പോകുന്ന എനിക്ക് പെട്ടെന്ന് വഴിതെറ്റി. അവിടെ വെച്ച് എനിക്ക് എന്തോ സംഭവിച്ചു. ഞാൻ ആ വില്ലേജിനെ അറ്റാക്ക് ചെയ്തു. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്റെ ഉള്ളിൽ പുനർജനിച്ച ആ ആത്മാവിന് ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. ആരെയും കൊല്ലാനോ വെറുക്കാനോ അവൻ ആഗ്രഹിച്ചില്ല എന്ന് അവൻ അവരോട് പറയുന്നു. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കമോൺ യൂനോ, നമുക്കെല്ലാവരെയും രക്ഷിക്കണം. ആ എൽഫുകളെയും രക്ഷിക്കണം. സോ ആസ്തയും യൂനോയും അവിടെ നിന്ന് പോകുവാണെന്ന് മനസ്സിലാക്കിയ കുട്ടികൾക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. ഹേയ്, ഇല്ല, ക്ലോവർ കിണ്ടത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. നമ്മളെ പോലെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞ് അവരവിടെ നിന്ന് പോകാൻ തയ്യാറെടുക്കുന്നു. ഹേയ്, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ, ഞാനും ഒരു മാജിക് നൈറ്റ് ആണ് എന്ന് പറയുവാണ് ടാലീസ്. അങ്ങനെ അവർ മൂന്നുപേരും അവിടെ നിന്നും പുറപ്പെടുന്നു. ആസ്ത, യൂനോ, ഞങ്ങൾക്കായി ലെറ്ററുകളും പണവും അയക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ സുരക്ഷിതമായി നിങ്ങൾ വീട്ടിലെത്തുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. അവരെ ഈ രാജ്യത്തെ രക്ഷിക്കാൻ പോവുകയാണല്ലേ. ഒരു മാജിക് പവർ പോലും ഇല്ലാത്ത നമ്മുടെ ലിറ്റിൽ ആസ്ത, ഹാജ് വില്ലേജിന്റെ പ്രതീക്ഷയായ യൂനോ, അവർ രണ്ടുപേരും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരുപാട് വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫാദർ.
പിന്നീട് നമ്മൾ കാണുന്നത് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന മാഗ്നനെയാണ്. അപ്പോഴാണ് ഐ ഓഫ് ദി മിന്നറ്റ് സണ്ണിന്റെ ഹൈഡൌട്ട് അതുവഴി പറന്നു പോകുന്നത് അവർ കാണുന്നത്. ഓ, ഇനി എനിക്ക് കുറച്ചു നേരം കളിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് എൽഫായി മാറിയ ലെക്ക് അങ്ങോട്ട് വരുന്നു. ഇതേ സമയം ആസ്തയും യൂനോയും മുന്നോട്ട് പോകുന്ന സമയത്താണ് രണ്ട് ഭാഗങ്ങളിൽ നിന്നും വളരെ ശക്തമായ മാജിക് പവർ അവർക്ക് കിട്ടുന്നത്. ഒരു പക്ഷേ എൽഫായി മാറിയ മാജിക് നൈറ്റ്സ് ആയിരിക്കും മനുഷ്യരുമായി അവിടെ ഫൈറ്റ് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? നമുക്ക് റോയൽ ക്യാപിറ്റലിലോട്ട് പോകുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അവൻ. ഇല്ല, റോയൽ ക്യാപിറ്റലിലോട്ട് പോകുന്നതിന് മുൻപ് അവരെ നമുക്ക് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിയിലോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ശരി, ഇനി നമുക്ക് റോയൽ ക്യാപിറ്റലിൽ വെച്ച് കാണാം.